പരിശുദ്ധ സഭ നമ്മുടെ കർത്താവിന്റെ ദേവാലയ പ്രവേശനത്തിന്റെ പെരുന്നാളും ഈ നാടും ഈ ഇടവകയും പരിശുദ്ധ ദൈവമാതാവിന്റെ ഓർമ്മയോടുകൂടി പെരുന്നാളും ആഘോഷിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം വായിച്ചു കേൾക്കുന്ന വേദഭാഗങ്ങളിൽ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് നമ്മുടെ കർത്താവിനെ ഉദരത്തിൽ വഹിക്കുവാനും കയ്യിൽ എടുക്കുവാനും കാണുവാനും എൻ്റെ കണ്ണ് ഈ രക്ഷയെ കണ്ടുവല്ലോ എന്നൊക്കെ പറയുവാനും കഴിഞ്ഞ ചില ജീവിതങ്ങളെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം ഇതൊക്കെയാണ് എന്ന് തന്നെയാണ്. ഞാൻ നിങ്ങളൊക്കെ ആത്മീയ ജീവിതം നയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ ഇന്ന് നാം വായിച്ച പരിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന ജീവിതങ്ങളെ കാണുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ബാല്യം മുതൽ തന്നെ വിശുദ്ധിയിൽ വളർന്ന് കർത്താവിനെ ഉദരത്തിൽ വഹിക്കുവാൻ കൈകളിൽ എഴുതുവാൻ ഭാഗ്യം ലഭിച്ച ജീവിതത്തെയാണ് നാം കാണുന്നത്. ഇവരൊക്കെ എന്താണ് നമുക്ക് നൽകുന്ന സന്ദേശം? ഒരു കാര്യം ശ്രദ്ധേയമാണ്. കർത്താവ് ഇറങ്ങി വസിക്കുന്നത് കർത്താവിനെ സ്വീകരിക്കുന്ന കൈകൾ ആ ജീവിതം വിശുദ്ധമായിരിക്കും. വിശുദ്ധിയിലേക്ക് മാത്രമേ കർത്താവ് വരികയുള്ളൂ. അതുകൊണ്ട് ഈ പെരുന്നാളും ഈ അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മുടെ മുമ്പാകെ ഉയർത്തുന്ന വെല്ലുവിളി കുറെ കൂടെ വിശുദ്ധരാകുക എന്നതാണ്. എന്നാൽ നാം ഈ ജീവിക്കുന്ന ഈ ലോകം വളരെയധികം അശുദ്ധി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആ അശുദ്ധിയുടെ പ്രധാന കാരണക്കാർ മനുഷ്യൻ തന്നെയാണ്. വ്യക്തിപരമായ ഓരോ മനുഷ്യന്റെയും മനസ്സും ശരീരവും അതുമൂലം ആത്മാവും അശുദ്ധിക്ക് വിട്ടുകൊടുക്കുകയാണ്. മനുഷ്യന്റെ വഴിവിട്ട ജീവിതങ്ങളോടും പ്രകൃതി നിയമിക്കുന്ന നിയമങ്ങൾ വിധേയമായി ജീവിക്കുന്നതുകൊണ്ടും നാം താമസിക്കുന്ന ഈ നാടും അല്ലെങ്കിൽ ഈ ലോകവും ഭൂമുഖവും പ്രകൃതിയും അശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ പെരുന്നാൾ വിശുദ്ധിയിലേക്ക് നയിക്കണം. ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ടുള്ളത് കർത്താവെ എന്നെ കൂടെ വിശുദ്ധനാക്കണമേ, വിശുദ്ധയാക്കണമേ എന്നതാണ്. എങ്ങനെയാണ് കന്യകമറിയ വിശുദ്ധയായത് എന്നുള്ളത് ശ്രദ്ധിച്ചാൽ സഭയുടെ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും ആ പെൺകുട്ടി വളർന്നത് ദേവാലയത്തിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ദൈവാലയം എന്നുള്ളത് ഒരു അന്തരീക്ഷമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും നാം വളരുന്ന അന്തരീക്ഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ ആദ്യത്തെ അന്തരീക്ഷം അമ്മയുടെ ഗർഭപാത്രമാണ്. മാതാക്കളായവർ ശ്രദ്ധിക്കേണ്ടതാണ് ഗർഭപാത്രം വിശുദ്ധമായി സൂക്ഷിക്കുക. ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അശുദ്ധമാക്കപ്പെടുന്ന അന്തരീക്ഷം ഗർഭപാത്രങ്ങളാണ്. രണ്ടാമത്, ഒരു കുഞ്ഞിന് ജനിച്ചു വളരുന്ന വീടാണ് ഒരു അന്തരീക്ഷം. വീട് എന്ന് പറയുമ്പോൾ കുടുംബം എന്ന ആ വലിയ സത്യത്തിലേക്ക് ചിന്ത ഉയർത്തേണ്ടതായിട്ടുണ്ട്. നമുക്കൊക്കെ വീട് പ്രധാനമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വീടല്ല പ്രധാനം, കുടുംബമാണ് പ്രധാനം. വിശുദ്ധരായി ജീവിക്കുന്നതിന് ഒരു കുടുംബം ഉണ്ടാകണമെന്നുള്ളതാണ്. നമുക്ക് വീടുകളുടെ പിന്നാലെ പോവുകയാണ്. വീട് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്
ഞാൻ നിങ്ങളൊക്കെ പണിയുന്ന വീട് ഒരുപക്ഷെ 100 വർഷം അല്ലെങ്കിൽ 150 വർഷമൊക്കെ അവിടെ നിൽക്കുന്നു. എന്നാൽ ശ്രദ്ധിച്ചു നോക്കുക, ആ വീട്ടിൽ താമസിക്കുന്നവരെ കാലാകാലങ്ങളിൽ പെട്ടിയിലാക്കി പള്ളിയിൽ കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നു. അങ്ങനെയെങ്കിൽ വീടാണോ പ്രധാനം, കുടുംബമാണോ പ്രധാനം? ഞാൻ പറയും കുടുംബമാണ് എന്നുള്ളത്. പ്രത്യേകിച്ചും വിശുദ്ധിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുടുംബത്തിന്റെ അന്തരീക്ഷമാണ് പ്രധാനമെന്ന് ഞാൻ പറയും. അവിടെയുള്ള സംസാരങ്ങൾ, അവിടെയുള്ള കാഴ്ചകൾ, അവിടെ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾ, അവിടെ നാം കുടിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ എങ്ങനെയാണ് വിശുദ്ധരാകാൻ കഴിയുക? നമുക്ക് വിശുദ്ധരാകാൻ ഒരു ആഗ്രഹം ഉണ്ടാവുകയും ആ ആഗ്രഹത്തിനനുസരിച്ച് അന്തരീക്ഷങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്യും. പള്ളി ഒരു അന്തരീക്ഷമാണ്. ഒരാൾക്ക് വിശുദ്ധനാകുവാൻ നിർഭാഗ്യവശാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് ദൂരെയാണ്. അവർക്ക് ട്യൂഷനുണ്ട്, എൻട്രൻസ് കോച്ചിങ് ഉണ്ട്, മത്സര പരീക്ഷകളുണ്ട്. അവർ പള്ളിയിൽ നിന്ന് ദൂരെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ലോകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധരെ ജീവിക്കുവാൻ വേണ്ട അന്തരീക്ഷം നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ്. എനിക്ക് തോന്നുന്നു ആഗ്രഹത്തോടൊപ്പം നാം സൃഷ്ടിച്ചെടുക്കേണ്ട വിശുദ്ധിയുടെ ചില അന്തരീക്ഷങ്ങളുണ്ട്, വിശുദ്ധിയുടെ ചില കാഴ്ചകളുണ്ട്. നമുക്കിന്ന് എനിക്ക് തോന്നുന്നു കാഴ്ചകൾ കൂടി പോകുന്നതാണ് നമ്മുടെ മറ്റൊരു പ്രധാന പ്രശ്നം. കാഴ്ചകൾ കൂടി പോകുമ്പോഴാണ് ദർശനങ്ങൾ നഷ്ടപ്പെടുന്നത്. കണ്ണുകളിൽ നിന്ന് തുറന്നുപിടിച്ച് ജീവിക്കുകയാണ്. എല്ലാ മനുഷ്യരും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറേയധികം ആളുകൾ എവിടെയെങ്കിലും വെറുതെ ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ചെയ്യുന്നതാണ്. എയർപോർട്ടിലൊക്കെ ഇരുന്നാൽ ഇപ്പോൾ എല്ലാവരും കുനിഞ്ഞാണ് ഇരിക്കുന്നത്. തല കുനിഞ്ഞു പോയ, നട്ടല് കുനിഞ്ഞു പോയ, വളഞ്ഞു പോയ ഒരു തലമുറയാണ് എപ്പോഴും ഈ സാധനത്തിലാണ്. കാഴ്ചകളാണ്. ഇതിനെല്ലാം അവസാനത്തിൽ കണ്ണും മനസ്സും ക്ഷീണിച്ച് ജീവിതം പോലും വൃഥാകാലം പറയുന്ന ജീവിതത്തിലൂടെ എല്ലാം പോവുകയാണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് വിശുദ്ധരാകാൻ കഴിയുക? ഇങ്ങനെ നമുക്ക് ചുറ്റുമിരിക്കുന്ന എല്ലാ അന്തരീക്ഷങ്ങളെയും ക്രമപ്പെടുത്തുവാനുള്ള ഒരു വിളിയാണ് ഈ പെരുന്നാൾ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കർത്താവിന്റെ കൈകളിലെ ശിവനായാലും ഹന്നാ പ്രവാചകനായാലും കർത്താവിനെ ഉദരത്തിൽ വഹിച്ച് മുലയൂട്ടി കൈകളിലേറിയ കനിയമറിയ അമ്മയായാലും ഒക്കെ ഈ പെരുന്നാളിന്റെ ഈ ദിവസത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശം വിശുദ്ധരായിരിക്കുക എന്നത് തന്നെയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ഇതാണ്. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, കർത്താവേ എനിക്ക് കുറേക്കൂടെ ജീവിതത്തിന് വിശുദ്ധി നൽകണമേ. നാം തെറ്റിദ്ധരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ പ്രശ്നമാണ്. ശരീരത്തിനല്ല പ്രശ്നം, മനസ്സിനാണ് പ്രശ്നം. ലോകത്തിന്റെ ഭാര്യയുടെ ശരീരം സ്വതന്ത്രമായി മുന്നോട്ടോടുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ മനസ്സ് സ്വതന്ത്രമായി കഴിഞ്ഞ് തിരിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് മനസ്സ് തിരിഞ്ഞിടത്തേക്ക് ശരീരം തിരിഞ്ഞു പോയത്. എനിക്കൊന്ന് നമ്മുടെ ശരീരത്തിന്റെ നല്ല പ്രശ്നം നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണ്. മനസ്സ് വിശുദ്ധീകരിക്കുന്നു. ഹൃദയശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ കാണാൻ കഴിയും. മനസ്സിൽ വിശുദ്ധി ഉണ്ടാകുന്നതിന് മനസ്സ് ശരീരത്തിലുള്ള ഒന്നാണ്. അങ്ങനെയെങ്കിൽ ആ ശരീരത്തിന്റെ മാതൃകകൾ കുറച്ച് അടയ്ക്കുന്നതായിട്ടുണ്ട്. കണ്ണടയ്ക്കുന്നതായിട്ടുണ്ട്, കാതൊക്കെ അടച്ചു പിടിക്കുന്നതായിട്ടുണ്ട്, സംസാരം കുറയ്ക്കുന്നതായിട്ടുണ്ട്. ഇങ്ങനെ ശരീരത്തിന് തുറക്കപ്പെട്ട വാതിലുകളൊക്കെ അടച്ച് മനസ്സിന് കുറെ കൂടെ ധ്യാനം നൽകി വിശുദ്ധി നൽകി ജീവിക്കുവാൻ നാം ശ്രമിക്കും. ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നേടുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം വിശുദ്ധിയാണ്. ഞാൻ നിങ്ങളോട് കർത്താവ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ ശരീരം വിട്ട് ആത്മാവിന് ഈ ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധിയെക്കുറിച്ച് കാര്യമായി പരിഗണിക്കപ്പെടണം. കാരണം ഇതിനകം
അങ്ങേപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ പ്രഥമമായ കണ്ടീഷൻ വിശുദ്ധരാണ്. അതിന് കൂടുതൽ ശ്രദ്ധയോടെ ജീവിക്കണം. ഈ പെരുന്നാൾ നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ്